എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നാട്ടിൽ വന്ന അല്പം തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാനിന്നിത് ഓവനിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഈ സെയിം മിക്സർ തന്നെ നമുക്ക് പാനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പാനിൽ എങ്ങനെ കേക്ക് തയ്യാറാക്കി എടുക്കാമെന്ന് ഞാൻ വേറെ ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്നിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ബട്ടർ. ഇതൊരു അമൂലിൻ്റെ ബട്ടറിൻ്റെ ഒരു 1/4 ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. വാനില എസൻസ്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 3/4 കപ്പ് പഞ്ചസാര, ഒരു മുട്ട. ആദ്യമായിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ ചേർത്താലും മതി. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മൈദയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ആ പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഇളക്കി വന്നപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇച്ചിരി കൂടെ ലൂസാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് പാലോളം ഞാൻ ഇതിലേക്ക് ചേർത്തു. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഇതിന് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇതിനാവശ്യമായിട്ടൊരു കേക്ക് മോൾഡ് എടുക്കാം. നമുക്ക് ആദ്യം ഈ മോൾഡിലേക്ക് അല്പം ബട്ടർ ചേർത്തതിന് ശേഷം ഇതിലേക്ക് അല്പം മൈദ കൂടി ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ആ ബാറ്റർ ഇതിലേക്ക് മോൾഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ നമ്മൾ മോൾഡിൽ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലുള്ള എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടും. ഞാൻ ഈ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കതൊന്ന് മിക്സ് വെച്ച് കൊടുക്കാം. 80 ഡിഗ്രിയിലാണ് ഞാൻ ഈ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി ഇതൊരു 25 മിനിറ്റോളം നമ്മൾ ഈ ഓവനിൽ ഇതൊന്ന് വെക്കണം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്.